കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കുറച്ച് ദിവസം പറഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ബ്രാ നമ്മളുടെ കുട്ടികൾ എന്ന് മുതൽ ഫസ്റ്റ് ബ്രാ യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിന്റെ ഇൻസ്പിറേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കമന്റ്സ് വഴി കിട്ടിയിട്ടുള്ള കുറേ ഡൗട്ട്സുകളായിരുന്നു എന്നെ ആ ഒരു വീഡിയോയിലേക്ക് എത്തിച്ചത്. വീഡിയോയിൽ ഞാൻ ഈ ഫസ്റ്റ് ബ്രാനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത്. ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു, സംശയങ്ങളായിട്ടും ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള കുട്ടി ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരിടയ്ക്ക് കുറെ എന്താ പറയാ ഇതുപോലുള്ള മെൻസ്ട്രൽ കപ്പ് ആണെങ്കിലും ബ്രാ ആണെങ്കിലും ഇതിന്റെ ഒക്കെ വീഡിയോസ് നമ്മുടെ ചാനൽ വഴി ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഞാനത് എന്തോ ഒരു ഇടയ്ക്ക് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇത് ഇനി മുതൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ട് വരുന്ന കാര്യങ്ങളാണ് ഇതിലൊക്കെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതാട്ടോ നമ്മൾ ഈ ഒരു സീരീസ് നമ്മൾ പിന്നെ തുടങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അപ്പൊ അതിന് ഓരോന്നായിട്ട് തുടങ്ങാം. ഫസ്റ്റത്തെ കാര്യം, നമ്മൾ എപ്പോഴാണ് ഈ ഒരു ബ്രാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ്. എപ്പോഴും ഒരുപാട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് അതിനെ കുറിച്ചിട്ടുള്ള കമന്റ്സ് കാണാൻ പറ്റും. ഒരു വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. അപ്പൊ അതിൽ ഞാൻ എന്തായാലും പിൻ ചെയ്ത് വെക്കാം. അപ്പൊ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് പേര് നമുക്ക് കമന്റ് ചെയ്യണം, ഞാൻ എന്ന് മുതൽ ബ്രാ ധരിച്ചു തുടങ്ങണം, അല്ലെങ്കിൽ ചേച്ചി എനിക്ക് എന്ന് മുതൽ ഇട്ട് തുടങ്ങണം, അല്ലെങ്കിൽ എന്റെ കുട്ടിക്ക് എന്ന് മുതൽ ഇടാൻ പറയണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് ആയിട്ട് പറയുന്നത്. ഈ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പിള്ളേരിലും ഓരോ രീതിയാണ്. ചില കുട്ടികളിൽ ചിലപ്പോൾ 1ാം ക്ലാസ് മുതലേ ഉണ്ടാവും, ചില കുട്ടികൾക്ക് അത് 8 വയസ്സ് ടു 12 വയസ്സിന്റെ ഉള്ളിലൊക്കെയാണ് ഈ ഒരു കാര്യം. ബ്രസ്റ്റ് ഡെവലപ്മെന്റിനെ നമ്മൾ ബഡ്ഡിംഗ് സ്റ്റേജ് എന്നാണ്. ഇത് പ്യൂബർട്ടിയുടെ ഫസ്റ്റ് സൈൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ന് മുതലാണ് അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ മുതലാണ് നമ്മൾ ബ്രാ ഇട്ട് തുടങ്ങുന്നത് എക്സ്പെക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എപ്പോൾ മുതലാണോ കുട്ടിയുടെ ശരീരത്തിൽ നമുക്ക് കുറച്ച് മാറ്റം കണ്ടു തുടങ്ങുന്നത്, അല്ലെങ്കിൽ ബ്രസ്റ്റ് കുറച്ച് വലുതായി, അല്ലെങ്കിൽ രണ്ട് സൈസ് ആണ്, ലൈക്ക് അങ്ങനത്തെ ചില കുട്ടികളിൽ നമ്മൾ നിപ്പിളിന്റെ ആ ഒരു ഏരിയ ഉണ്ടാവും, അതിന്റെ ആ ഒരു ഏരിയോള എന്നാണ് പറയാ, ആ ഒരു ബ്ലാക്ക് കളറുള്ള ഏരിയ. അപ്പൊ ആ ഏരിയ ചിലപ്പോ ഇങ്ങനെ ഡാർക്ക് കളർ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ചിലരിൽ നിപ്പിൾസ് ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ടീഷർട്ട് കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് പുറത്തോട്ട് ഇങ്ങനെ എടുത്തറിയില്ല. ജസ്റ്റ് ഭയങ്കര ചൊറിയുന്നുണ്ടാവും, ഇച്ചി ഫീലിംഗ് ഉണ്ടാവും. ചില കുട്ടികൾക്ക് അത് ഭയങ്കര ടച്ച് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര വേദന ഉണ്ടാവും. ഇതിലൊക്കെയാണ് നമ്മൾ തീർച്ചയായിട്ടും ബ്രാ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങേണ്ടത്. കാരണം അപ്പൊ തന്നെ യൂസ് ചെയ്ത് തുടങ്ങിയാലാണ് ബ്രസ്റ്റ് സാഗിങ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അത് നമ്മൾ ആ തുടക്കം മുതലേ ബ്രാ യൂസ് ചെയ്താൽ മാത്രമേ അത് നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ, നമുക്ക് എപ്പോൾ മുതലാണ് അവരുടെ ബ്രാ നമ്മൾ ഷോപ്പ് ചെയ്ത് തുടങ്ങേണ്ടത്. ഈ ഒരു കാര്യത്തില് അതൊക്കെ നമ്മളുടെ വീട്ടുകാര് അല്ലെങ്കിൽ രക്ഷിതാക്കളൊക്കെ എടുക്കേണ്ട ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു ബ്രസ്റ്റ് ബഡ്സ് ഉണ്ടല്ലോ, അത് ഇങ്ങനെ അപ്പിയർ ചെയ്യാൻ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് തന്നെ തോന്നുകയാണ്, അല്ലെങ്കിൽ അമ്മയ്ക്ക് തോന്നുകയാണ് ഓക്കെ ബ്രാ ഇട്ട് കൊടുക്കാം, ആ രീതിയിൽ അമ്മയ്ക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ബ്രാ വാങ്ങിക്കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഏത് തരത്തിലുള്ള ബ്രാ ആണ് ഫസ്റ്റ് ചൂസ് ചെയ്യേണ്ടത്? വാട്ട് ഈസ് ഫസ്റ്റ് ഐഡിയൽ ബ്രാ? ഇതാണ് നമുക്ക് അടുത്ത വരുന്ന കോമൺ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഒരു സിംഗിൾ ബ്രാ വാങ്ങിക്കൊടുത്തിട്ട് ഇനി മുതൽ ഈ ഒരു ബ്രാ തന്നെ നീ ഇടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അടിച്ചേൽപ്പിക്കാനല്ല കേട്ടോ വേണ്ടത്. നമ്മൾ കുറച്ച് ബ്രാസ് നമ്മൾ ആ കുട്ടിയിൽ നമുക്ക് ട്രൈ ചെയ്യണം. അതായത് ഏത് ബ്രാ ഇടുമ്പോഴാണ് ആ കുട്ടി കംഫർട്ട് എന്നുള്ള കാര്യം ഫസ്റ്റ് അവർക്ക് പുൾ ഓവേഴ്സ് ട്രൈ ചെയ്ത് നോക്കാം. അതായത് നമുക്ക് ഈ കപ്പൊന്നും വരാത്ത തരത്തിലുള്ള ബ്രാ ഉണ്ടല്ലോ, അതായത് ക്രോപ്പ് ടോപ്സ് നമുക്ക് നോക്കാം, അതുപോലെ തന്നെ കമ്മിസോൾസ് നോക്കാം, സ്പോർട്സ് ബ്രാസ്, ഇതൊക്കെ നമുക്ക് ആ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് കപ്പ് വരുന്ന രീതിയിലുള്ളത്, റൗണ്ട് സ്റ്റിച്ച് രീതിയിൽ വരുന്നത്, അതൊക്കെ നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ട്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം ഫസ്റ്റ് തന്നെ കുട്ടിക്ക് ഈ ഒരു ബ്രാ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ കുട്ടിയിൽ ഒരു ഫീൽ ചെയ്യാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഈ സ്പോർട്സ് ബ്രാലൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മീൻസ് ഒരു ഷിമ്മിയൊക്കെ ഇടുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ. എന്നാൽ ഒരു സപ്പോർട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് വിത്ത് പാഡഡ് ആയിട്ടുള്ള ബ്രാ യൂസ് ചെയ്യുന്നതാണോ വിത്തൗട്ട് പാഡഡ് ആയിട്ടുള്ള ബ്രാ യൂസ് ചെയ്യുന്നതാണോ നല്ലത്? ഈ ഒരു കാര്യത്തിന് നമുക്ക് ഗുഡ് റീസൺസും ഉണ്ട്, നമുക്ക് അതിന് നെഗറ്റീവ് ആയിട്ടുള്ള റീസൺസും ഉണ്ട്. അത് രണ്ടും പാഡ് ഇല്ലാത്തൊരു ബ്രാ വാങ്ങി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് ഇട്ടുന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവില്ല. നമ്മളൊരു ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് എന്താ പറയുക, കുറച്ചും കൂടി സ്ലിമ്മസ്റ്റ് ആയിട്ട് കുട്ടിയിൽ ഫീൽ ചെയ്യിപ്പിക്കും. അപ്പോൾ എന്താ പറയുക, കുറച്ചും കൂടി കംഫർട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി കോൺഫിഡൻറ്റ് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ കുട്ടിയിൽ അത് എന്താ പറയുക ഉപകാരം. പക്ഷെ അത് ചിലപ്പോൾ കുട്ടിയുടെ നിപ്പിളൊക്കെ ചെറുതായിട്ടേ കൺസീൽ ചെയ്യുള്ളൂ. അപ്പൊ നിപ്പിൾ ചിലപ്പോൾ പുറത്തേക്ക് കാണാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക കേട്ടോ. നമുക്ക് കംഫർട്ട് ആണോ വേണ്ടത്, അത് കുറച്ചും കൂടി നിപ്പിളൊക്കെ കൺസീൽ ചെയ്യുന്ന തരത്തിൽ പാഡഡ് ആയിട്ട് ഉള്ള ബ്രാ യൂസ് ചെയ്യാണോ വേണ്ടത്? നിങ്ങൾ തന്നെ നിങ്ങളുടെ കുട്ടിയുടെ ശരീരപ്രകൃതി എങ്ങനെയാണോ അത് വെച്ചിട്ട് നോക്കുക. ബ്രാൻഡും സ്റ്റൈലും ഒക്കെ മാറുന്നതിനനുസരിച്ച് ഈ കാര്യങ്ങളിലൊക്കെ വ്യത്യാസപ്പെടാം. അപ്പൊ നിങ്ങളിങ്ങനെ കുറച്ച് ബ്രാസ്
എന്താ പറയുക, നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും കംഫർട്ടബിൾ ഏതാണോ അതിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടി ഓരോ ബ്രാൻഡ്സിനനുസരിച്ചിട്ടും അവരുടെ പാഡിങ്ങിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് മാത്രം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഏതൊക്കെ കളേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇതിനനുസരിച്ച് ഇരിക്കും. എന്നാലും ഈ വൈറ്റ് കളറേ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ക്രീം കളറേ ഇടാൻ പാടുള്ളൂ, ബ്ലാക്ക് കളറേ ഇടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ അവരിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക. നമുക്ക് അവർക്ക് കളേഴ്സ് ഉള്ളതൊക്കെ വാങ്ങിക്കൊടുക്കാം കേട്ടോ, പക്ഷെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. കാരണം നമ്മൾ ചിലപ്പോൾ ട്രാൻസ്പെറൻറ്റ് ഡ്രസ്സ് അല്ലെങ്കിൽ കുറച്ചിങ്ങനെ നേലടിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ബ്രാസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ ബോറായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ആ കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക, ഇതിന് ഇങ്ങനത്തെയൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള ബ്രാ ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിത്താൽ കുറച്ചൊക്കെ നമുക്ക് എന്താ പറയുക അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ഒരു ന്യൂഡ് ബ്രാ എന്തായാലും വാങ്ങിക്കോളൂ. പിന്നെ വൈറ്റ്, ബ്ലാക്ക് ഇതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. എന്തായാലും ഒരു ന്യൂഡ് കളർ ബ്രാ മസ്റ്റ് ആയിട്ടും കുട്ടിക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി. പിന്നെ ഇനി കുറച്ച് ഷോപ്പിംഗ് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നന്നായിട്ട് വേർക്കുണ്ടല്ലേ, ഞാൻ ഫാൻ ഇട്ടിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ ഇങ്ങനെ വോയിസ് ഇങ്ങനെയുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫാൻ ഇട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് സൗണ്ടിൽ ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫാൻ ഇട്ടിട്ടില്ല. ഭയങ്കരമായിട്ട് വേർത്ത് കുളിക്കുന്നുണ്ട്. ഒന്നാമത് ഞാൻ പുറത്ത് പോയി വന്നിട്ടുള്ള ഒരു കോളത്തിലാണ് നിൽക്കുന്നത്. അപ്പം ഭയങ്കരമായിട്ട് ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സാരില്ല, നമുക്ക് ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഫ്രഷ് ആവാൻ പോവാം. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇനി ഞാൻ കുറച്ച് ഷോപ്പിംഗ് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുട്ടിയിൽ ഈ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഫസ്റ്റ് തന്നെ ചിലപ്പോൾ നമ്മൾ ഈ ഒരു ബ്രാ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ബ്രാ ഒന്നും വേണ്ട അങ്ങനെ രീതിയിൽ കുട്ടി പെരുമാറാം. പക്ഷേ നമ്മൾ ആദ്യം നമുക്ക് കുട്ടിക്ക് ഒന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടീനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഓക്കെ ആയിരിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടിയിൽ തന്നെ പലതരത്തിലുള്ള സ്റ്റൈലുകൾ, സൈസുകൾ, അതുപോലെ ബ്രാൻഡുകൾ ഇതൊക്കെ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് കുട്ടി ഏതിലാണോ ഏറ്റവും കംഫർട്ട് എന്നുള്ള രീതിയിൽ എത്തുന്നത് അതിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാം. കാരണം അപ്പൊ കുട്ടിക്ക് ഒരു കോൺഫിഡൻസ് വരും, എന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്നുണ്ട്, എന്താ പറയാ ഒന്നും എന്നെ അടിച്ചേൽപ്പിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ കുട്ടിക്ക് വരും. അപ്പൊ കുട്ടിക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രാൻഡ്, സ്റ്റൈല്, സൈസ് ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് നോക്കുക, ഏതിലാണ് കംഫർട്ട് ആവുന്നത് എന്നുള്ള കാര്യം കണ്ടുപിടിക്കുക. ടിപ്പ് എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും കുട്ടീനെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക, നിനക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മതി കേട്ടോ, അല്ലെങ്കിൽ നീ ഇതിൽ ഓക്കെ ആണെങ്കിലേ നമുക്കിത് കണ്ടിന്യൂ ചെയ്യേണ്ടുള്ളൂ, നമുക്ക് അല്ലെങ്കിൽ വേറെ ബ്രാൻഡ് നോക്കാട്ടോ, അല്ലെങ്കിൽ വേറെ സ്റ്റൈല് നോക്കാട്ടോ എന്നൊക്കെ നമുക്ക് കുട്ടീനെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടേ ഇരിപ്പിക്കുക. അപ്പൊ കുട്ടി അതുകൊണ്ട് ഓക്കെ ആയി. ഫസ്റ്റ് ഒരു ബ്രാ നമുക്കത് ഫിറ്റ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ ചിലപ്പോൾ നമുക്കത് ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ പലതും നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ ഒരു ബ്രാ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് കിട്ടുള്ളൂ. അപ്പം ഫസ്റ്റ് തന്നെ ഒരു ബ്രാ വാങ്ങി അയ്യോ ഇത് കേടുവന്നു അല്ലെങ്കിൽ എൻ്റെ പൈസ പോയി എന്നൊന്നും വിചാരിക്കാതെ നമ്മൾ കുട്ടിക്ക് കംഫർട്ടബിൾ എപ്പോഴാണോ ആവുന്നത് ആ രീതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ കുട്ടിയിൽ ഒരു ബ്രാ നമ്മൾ ഇടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ 24/7/365 ഡേയ്സ് നമ്മൾ ആ ഒരു ബ്രാ ഇടണം എന്നിങ്ങനെ ഇൻജെക്ട് ചെയ്യാതിരിക്കുക കേട്ടോ. കാരണം ഒരു 12, 13, 14 വയസ്സ് വരെയൊക്കെ അവർ ചിലപ്പോൾ വിതൗട്ട് ബ്രാല് അവർ എന്താ പറയാ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അവരോട് പെട്ടെന്ന് പറയാണ് ഇനി മുതൽ നീ എന്നും ബ്രാ ഇടണം, 24 hours നീ ബ്രാ ഇടണം എന്നൊക്കെ പറഞ്ഞാൽ ആ കുട്ടിയിൽ ചിലപ്പോൾ ഒരു അപകർഷതാബോധം അങ്ങനെയല്ലേ പറയാ, അങ്ങനെ സംഭവങ്ങളൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ കുട്ടി ചിലപ്പോൾ വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് അവർ ഇല്ലാതിരിക്കട്ടെ, അത് വിതൗട്ട് ബ്രാൽ നടക്കട്ടെ, ആരപ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ആരും ശ്രദ്ധിക്കാനുള്ള സമയങ്ങളൊക്കെ അങ്ങനെ നടക്കട്ടെ. അതുപോലെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ബ്രാ ഊരിട്ട് കിടക്കാൻ പറയാ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ തന്നെ കുട്ടിക്ക് കുറച്ചും കൂടി കംഫർട്ട് ആവും. അപ്പോൾ 24 മണിക്കൂറും ബ്രാഡണം എന്ന് പറയാതെ എന്താ പറയാ കുറച്ച് സമയമൊക്കെ കുറച്ച് ആ കുട്ടിക്കൊരു റിലാക്സേഷൻ, ഫ്രീ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ ഡേയും നൈറ്റും ഒക്കെ അവരെ കൊണ്ട് ഇങ്ങനെ ഇടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മൾ ആ ഒരു ബ്രസ്റ്റ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേജാണ്. അപ്പോൾ അത് ഭയങ്കര ടെൻഡർ ആയിരിക്കും, ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ കുട്ടി ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ തുറന്ന് പറയില്ല, പക്ഷെ അവരുടെ ഉള്ളിൽ ഈ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക, കുറച്ചൊക്കെ ഫ്രീ ആയിട്ട് വിടാൻ വേണ്ടി. അമ്മമാരോട് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, അതാണ് ലാസ്റ്റ് പോയിന്റ്. നമ്മളെ കുട്ടി ഈ ഒരു മൈൽ സ്റ്റോണിൽ എത്തിയെന്ന് വിചാരിക്കുക, അതായത് നമ്മളെ കുട്ടി ഒരു ബ്രാ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയെന്ന് വിചാരിക്കുക. നമ്മൾ ഉടനടി എന്താ ചെയ്യുക, നമ്മളെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് എൻ്റെ കുട്ടി ബ്രാ ഇടാൻ തുടങ്ങി, എൻ്റെ കുട്ടിക്ക് ബ്രാ വാങ്ങിക്കൊടുത്തു, അവളിപ്പോൾ ബോഡിയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയൂലേ. അപ്പോൾ ഇങ്ങനെയൊന്നും പറയാതിരിക്കുക കേട്ടോ. കാരണം കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ടെങ്കിലും ഇതൊന്നും പറയാതിരിക്കുക. അതൊക്കെ കുട്ടിയിലൊരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ
ചാൻസ് കൂടുതലാണ്. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് വേണമെങ്കിൽ ചീന്തി എടുത്തൊരു ഏട് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം ഞാനും ഈ സ്റ്റേജിലൂടെയൊക്കെ വന്നൊരു ആളാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആ ഒരു കുട്ടിക്ക് നമ്മൾ അങ്ങനെ ആ ഒരു എന്താ പറയുക ബ്രാ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരോടും പറയണ്ട. എന്തിനാ ഇപ്പോൾ ഇതൊക്കെ പറയേണ്ട ആവശ്യം? അതൊക്കെ നമ്മളും ആ കുട്ടിയും അറിഞ്ഞാൽ മതി അല്ലേ. അമ്മമാരും കുട്ടികളും അല്ലെങ്കിൽ പാരൻസും കുട്ടികളും മാത്രം അറിയേണ്ട ഒരു കാര്യം അത് വേറെ റിലേറ്റീവ്സിലേക്കും ഫ്രണ്ട്സിലേക്കും ഒന്നും എത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളത് ആരോടും വിളിച്ച് പറയേ അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നൊന്നും ഒന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലെങ്കിൽ ആരുടെയെങ്കിലും മുന്നിൽ വെച്ചിട്ടൊക്കെ പറയേ, കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ടൊക്കെ പറയും, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം പാരൻസ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫസ്റ്റ് ബ്രാനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. നമ്മളെ ഇതിൻ്റെ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന് ഹ്യൂജ് റെസ്പോൺസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എന്താ പറയുക നോക്കിയത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി സർക്കിൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും വേണ്ടി മറക്കണ്ട കേട്ടോ. ഈ ഒരു പ്യൂബർട്ടി സ്റ്റേജിൽ അല്ലെങ്കിൽ ബ്രായിട്ട് ഇറങ്ങേണ്ട സ്റ്റേജിലുള്ള മക്കളുള്ള അമ്മമാർക്കും പാരൻസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നുണ്ട്. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനി വരാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, ലവ് യു ആൾ, ബൈ.